നിങ്ങൾ ക്രിസ്ത്യാനിയല്ലേ? അതെ. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയായിട്ടിരുന്നിട്ട് സ്നേഹിക്കില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവം നമ്മളിൽ സ്നേഹം ചെലുത്തിയതുകൊണ്ടാണ് യേശുവിനെ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി തന്നത്. ക്രിസ്മസ് ആഘോഷം ഒരർത്ഥവുമില്ലാത്തതാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഈ നല്ല വീടെന്ന പരിപാടിയിലൂടെ വീണ്ടും നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ ജനങ്ങൾക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു സദ്വാർത്തയായി അത്യുന്നതത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട അരുണോദയമായ യേശുക്രിസ്തു ജനിച്ച ദിവസമാണ് ക്രിസ്മസ് ദിനമായി ആഘോഷിക്കുന്നത്. ഇന്നേ ദിവസം അർത്ഥമുള്ള ക്രിസ്മസ് എന്ന തലക്കെട്ടിലുള്ള പരിപാടികളാണ് നാം കാണാൻ പോകുന്നത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിൽ ഓടിയെത്തുന്നത് സാന്താക്ലോസ്, ക്രിസ്മസ് ട്രീ, സ്റ്റാർസ്, അതുപോലെ കേക്ക്സ്, പുതിയ ഡ്രസ്, പിന്നെ ക്രിസ്മസ് പ്രോഗ്രാംസ്. ഇതാണ് ക്രിസ്മസ് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അർത്ഥമുള്ള ക്രിസ്മസ് എന്ന് വെച്ചാൽ ഒന്നാമതായി യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം. രണ്ടാമതായി മറ്റുള്ളവരുടെ ഹൃദയത്തിൽ അവൻ ജനിക്കുന്നതിനായി നാം പ്രയത്നിക്കണം. ഇതാണ് അർത്ഥമുള്ള ക്രിസ്മസ്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് സുദിനം നമുക്ക് വ്യത്യസ്തമായും അർത്ഥമുള്ളതായും ആഘോഷിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യമായി ഇപ്പോൾ നമ്മൾ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്ന ജ്യോതി ചേച്ചി നാടകം. പൊന്നുമോളു, മുത്തശ്ശിക്ക് മസ്കോത്തൽവ വലിയ ഇഷ്ടമാ, നമുക്ക് വാങ്ങിക്കാം. ശരി അമ്മേ. 2 മസ്കോത്തൽവ തന്നെ. മുത്തശ്ശിയുടെ വീടെന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാ. എന്ത് ഭംഗിയാ കാണാൻ. അതെ അമ്മേ, അമ്മൂമ്മയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സന്തോഷം തോന്നും. അമ്മേ, നാളെ പുലർച്ചെ 2 മണിക്കല്ലേ ക്രിസ്മസ് സെലിബ്രേഷൻ? അതെ മോളെ, നേരത്തെ കിടന്നുറങ്ങണം, എങ്കിലല്ലേ രാവിലെ നേരത്തെ എണീക്കാൻ പറ്റൂ. അതിന് അമ്മയുണ്ടല്ലോ, അമ്മ ഞങ്ങൾ എഴുന്നേൽപ്പിക്കില്ലേ? അതല്ലേ, നീ പറഞ്ഞത് ശരിയാ. കർത്താവിന് വേണം നന്ദി പറയാൻ. ഈ വർഷത്തെ ക്രിസ്മസും അർത്ഥമുള്ള ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കാൻ യേശുക്രിസ്തു നമുക്ക് കൃപ നൽകി അനുഗ്രഹിച്ചില്ലേ? അതെ അമ്മേ. അന്നേ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. രാവിലെ തൊട്ട് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിക്കാൻ തരുമോ? വിശപ്പാണെന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് കഴിക്കാൻ തരില്ല. കാശുണ്ടെങ്കിൽ കഴിക്കാൻ തരാം. കൈ കാശുണ്ടോ? ഒരു ഊണിന് എത്ര രൂപയാ? 80 രൂപ. എന്റെ അടുത്ത് 20 രൂപയേ ഉള്ളൂ. 20 രൂപയ്ക്കൊന്നും ഭക്ഷണം തരാൻ പറ്റില്ല. അവിടെ ഒരു പൊറോട്ട കട ഉണ്ടല്ലോ, അവിടെ ചെന്നാൽ 20 രൂപയ്ക്ക് ആഹാരം തരും. എനിക്ക് അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. 20 രൂപയ്ക്ക് എത്രത്തോളം തരാൻ പറ്റുമോ അത്രയും തന്നാ മതി. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. സർ, ഇദ്ദേഹത്തിന്റെ കാശ് ഞാൻ തരാം. വരൂ, അകത്തേക്ക് വരൂ. വരൂ. അതാ നോക്കൂ, എന്ത് വേണേലും വാങ്ങിച്ചു കഴിച്ചോ.
വയറ് നിറച്ച് കഴിക്കണം. വളരെ നന്ദിയുണ്ട് സാറേ. ആഹാരം കഴിക്കേ. എന്റെ സാറേ, ഒരു പ്രായമുള്ള മനുഷ്യനല്ലേ ആഹാരം ചോദിച്ചത്. കൊടുത്താൽ തെറ്റൊന്നുമില്ലല്ലോ. നിങ്ങളുടെ അച്ഛന്റെ പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ. നിങ്ങൾ ക്രിസ്ത്യാനിയല്ലേ? അതെ. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയായിട്ടിരുന്നിട്ട് സ്നേഹിക്കില്ലെന്ന് പറഞ്ഞാ അതിന്റെ അർത്ഥം എന്താ? ദൈവം നമ്മളിൽ സ്നേഹം ചെലുത്തിയതുകൊണ്ടാണ് യേശുവിനെ ഈ ലോകത്തേക്ക് നമുക്ക് വേണ്ടി നൽകി. ക്രിസ്മസിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിനെ പോലെ നിങ്ങളും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുക. ഈ ക്രിസ്മസ് നിങ്ങൾക്കും നല്ലൊരു ക്രിസ്മസ് ആയിരിക്കും. വളരെ നന്ദിയുണ്ട് സാറേ. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. യേശു നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. ചേട്ടൻ എപ്പോ വിശന്നാലും എന്റെ കടയിൽ ഒന്ന് ആഹാരം കഴിച്ചോളൂ. വളരെ സന്തോഷം. ശരി ചേട്ടാ, വളരെ നന്ദി സാർ. വളരെ നന്ദി. പിന്നെ കാണാം. അതെ അച്ഛാ, യേശുവിന് നമ്മളോട് നല്ല സ്നേഹമുണ്ട്. അതേ മോനെ. ഇന്ന ഈ ഡ്രസ് എടുത്തോളൂ. നാളെ നീ പള്ളിയിൽ വരുമ്പോ ഈ ഡ്രസ് ഇട്ടിട്ട് വേണം വരാൻ. വളരെ താങ്ക്സ് ഡി. ബൈ ഡി. ബൈ ബൈ മുത്തശ്ശി. വരട്ടെ മുത്തശ്ശി. ആ ശരി മോളെ. എന്താടി ഇങ്ങനെ കാണിച്ചേ? ഞാൻ എന്ത് ചെയ്തു? അല്ല, നിനക്ക് വേണ്ടി ക്രിസ്മസിന് എടുത്ത ഡ്രസ്സ് നീ അവക്ക് കൊടുത്തില്ലേ? നിന്റെ അമ്മ വഴക്ക് പറയില്ലേ? കൊടുത്തില്ലെങ്കിലും ദേഷ്യപ്പെടുക. കാരണം ക്രിസ്മസിന് നമ്മൾ ദാനം ചെയ്യണം. ദൈവം യേശുവിനെ തന്നു, യേശു അവനെ തന്നെ തന്നു. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് കൊടുത്തില്ലേ പിന്നെ എന്താടി? നീ മറ്റുള്ളവർക്ക് കൊടുത്തു നോക്ക്. നിന്റെയും ക്രിസ്മസ് അർത്ഥമുള്ളതായിട്ട് മാറും. ശരിയടി. വളരെ സന്തോഷം മോളെ. യേശുദേവൻ നിന്നെ നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നത്. അമ്മേ, അപ്പൊ ഇതൊരു അർത്ഥവത്തായ ക്രിസ്മസ് ആണോ? അല്ല മോനെ, അർത്ഥമുള്ള ക്രിസ്മസ് എന്ന് വെച്ചാ സ്നേഹം കാണിക്കുന്നതും കൊടുക്കുന്നതും മാത്രമല്ല. യേശു ബത്ലഹേമിൽ ജനിച്ചത് ആഘോഷിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള ക്രിസ്മസ്. യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്മസ്. അമ്മേ, അതല്ലേ യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചിരിക്കുന്നത്? ശരിയാ മോളെ. നമ്മുടെ ഹൃദയത്തിൽ ജനിച്ച യേശു മറ്റുള്ളവരുടെ ഹൃദയത്തിലും ജനിക്കണ്ടേ? യേശു ജനിച്ചപ്പോൾ ദൈവദൂതൻ ഇടയന്മാർക്ക് നല്ല സന്ദേശം നൽകിയില്ലേ? അതെ അമ്മേ. നമ്മളും വിഷമിച്ചുകൊണ്ടും ദുഃഖിച്ചുകൊണ്ടും ഇരിക്കുന്നവരോട് യേശു നിങ്ങൾക്കായാണ് ജനിച്ചിരിക്കുന്നതെന്നുള്ള നല്ല സന്ദേശം തീർച്ചയായും പറയണം മോളെ. മോനെ, നിനക്ക് ജോലിയില്ല, അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. വിവാഹത്തിന്റെ കാര്യം എടുത്താലും അതും ഒന്നും ശരിയാവുന്നില്ല. നീ ആകെ തകർന്നുപോയി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം മോനെ. ഈ ചുറ്റുപാടിൽ നിന്നോട് അധികം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം നിന്നോട് പറയണമെന്ന് എനിക്കുണ്ട്. നിനക്ക് വേണ്ടിയാണ് യേശു ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത്. അതെ രമേശ്, നീ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും അകറ്റാനും നിനക്ക് നന്മ ചെയ്യാനും വേണ്ടിയാണ് യേശു ജനിച്ചിരിക്കുന്നത്. ചേച്ചി, അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല മോനെ. നീ മതം മാറണമെന്നൊന്നുമില്ല, മനസ്സ് മാറിയാൽ മാത്രം മതി. നിന്റെ ഹൃദയത്തിൽ യേശുവിന് സ്ഥാനം കൊടുത്തു നോക്ക്, നിന്റെ ജീവിതം തന്നെ മാറും. ശരി ചേച്ചി. സത്യമല്ലേ? എല്ലാവരുടെ ഹൃദയത്തിലും യേശുദേവൻ പിറക്കണം. അതൊക്കെ പോട്ടെ, നീ എന്ത് മിണ്ടാതിരിക്കുന്നേ? നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ ഈ 3 കാര്യങ്ങളും ഇല്ലേ, നാളെ ക്രിസ്മസ് അല്ലേ, നാളെ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. ഞങ്ങൾ ഇത്തവണത്തെ ക്രിസ്മസ് അർത്ഥമുള്ള ക്രിസ്മസ് ആയി ആഘോഷിക്കാൻ പോവുകയാണ്. നിങ്ങളും അർത്ഥമുള്ള ക്രിസ്മസ് ആയി ആഘോഷിക്കണം. ഹാപ്പി ക്രിസ്മസ്.
ജ്യോതി ചേച്ചി നാടകം നിങ്ങൾ കണ്ടല്ലോ. ക്രിസ്മസ് ആഘോഷം എങ്ങനെയായിരിക്കണമെന്ന് പഠിച്ചല്ലോ അല്ലേ? അടുത്തതായി സഹോദരി ജോയ്സ് ലാസറസ് അവരുടെ ക്രിസ്മസ് സന്ദേശം നമുക്ക് കേൾക്കാം. വിശ്വാസത്തോടുകൂടി ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും അത്ഭുതങ്ങൾ സ്വന്തമാക്കുക. കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ്. ഈ പരിപാടിയിലൂടെ ദൈവം നിങ്ങളോട് എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മോട് പറയുന്ന വാക്കുകൾക്ക് നാം കീഴടങ്ങേണ്ടതാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് കൊടുക്കേണ്ടതാണ്. കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നാം കൊടുക്കണം. കൊടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ കഴിയുക. അതുമാത്രമല്ല, യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. അതാണ് അർത്ഥമുള്ള ക്രിസ്മസ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിലെ 10-ാം വചനം നാം വായിച്ചു നോക്കിയാൽ, ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഭയപ്പെടേണ്ട, എല്ലാ ജനങ്ങൾക്കും സന്തോഷം നൽകുന്ന സുവിശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണെന്ന് പറഞ്ഞ് ദൂതന്മാരിലൂടെ ദൈവസന്ദേശം അറിയിക്കപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് സുദിനം ആഘോഷിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ യേശു ഉണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ യേശു രക്ഷകനായി നമ്മുടെ ഹൃദയത്തിൽ പിറന്നിട്ടുണ്ടോ? നമ്മുടെ രക്ഷകനായി നാം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നാം യേശുവിനെ നമ്മുടെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? നാം യേശുവിന്റെ മക്കളാണോ? അതോ നാം വ്യാജ ക്രിസ്ത്യാനികളായി, വെറും പാരമ്പര്യ ക്രിസ്ത്യാനികളായി ക്രിസ്മസ് സുദിനത്തെ അർത്ഥമില്ലാത്ത ഒരു വിശേഷമായി നാം ആഘോഷിക്കുകയാണോ? യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കേണ്ടതാണ്. യേശു നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടതാണ്. കർത്താവിനോട് നാം യാചിക്കണം, യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ, യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ, അങ്ങയുടെ രക്തം കൊണ്ട് കഴുകണമേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് നാം അവനോട് യാചിക്കുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ വരും. അവനെ നാം സ്വീകരിക്കണം. അവനെ സ്വീകരിക്കുന്ന ഹൃദയം, സ്വീകരിക്കാനുള്ള മനസ്സ് നമ്മുടെ ഉള്ളിൽ കാണപ്പെടണം. നാം യേശുവിന്റെ മക്കളാണോ? ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ യേശുവിന്റെ മക്കളാണോ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണോ? യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? അതോ വെറുതെ ക്രിസ്മസ് സുദിനം ആഘോഷിച്ച് ദിവസങ്ങൾ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതുമാത്രമല്ല, ലൂക്കോസ് 2-ാം അധ്യായം 11-ാം വചനം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ദൂതൻ അവിടെ വന്ന് ഇടയന്മാരോട് സുവിശേഷം പറയുകയാണ്. ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ള സുവിശേഷം അറിയിക്കുകയാണ്. സദ്വാർത്തകൾ, സുവിശേഷം, യേശുവിനെക്കുറിച്ച് നാം മറ്റുള്ളവരെ അറിയിക്കേണ്ടതാണ്. നാം യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ടതാണ്. യേശുവിനെക്കുറിച്ച് അറിയാത്തവർക്ക്, യേശുവിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ജനങ്ങൾക്ക് നാം യേശുവിനെക്കുറിച്ച് പറയേണ്ടതാണ്. യേശുവിനെക്കുറിച്ച് പറയണം. മറ്റുള്ളവരെ യേശുവിന്റെ മക്കളായി നാം മാറ്റേണ്ടതാണ്. യേശുവിന്റെ സ്നേഹത്തിലേക്ക് നാം മറ്റുള്ളവരെ കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെയുള്ളവരായിട്ടാണോ നാം ജീവിക്കുന്നത്? നാം യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നുണ്ടോ? സുവിശേഷം നാം പറയേണ്ടതാണ്. ദൂതന്മാർ സുവിശേഷം അറിയിച്ചു, നമ്മളും അറിയിക്കേണ്ടതാണ്. യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അവനെക്കുറിച്ച് അറിയാത്തവരോട് യേശുവിനെക്കുറിച്ച് പറയണം. ഒരു ക്രിസ്മസിന്റെ സമയത്ത് നമ്മുടെ സഹോദരനെ ഞങ്ങളുടെ വീട്ടിൽ കണ്ടില്ല. അന്ന് വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം എവിടെയാണ് പോയതെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം തിരുനെൽവേലിക്ക് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വിസിറ്റിനായി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നപ്പോൾ കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ സഹോദരൻ പറഞ്ഞു, ഞാൻ രാവിലെ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് ഇന്ന് എന്നോട് ഈ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് കർത്താവിന്റെ വചനം പറയാനും പറഞ്ഞു. ഓരോ പേഷ്യന്റിനു വേണ്ടിയും പ്രാർത്ഥിക്കാനും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ ഉള്ളവർക്കൊക്കെ വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു. അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോയി ഓരോ പേഷ്യന്റിനെയും ചെന്ന് കണ്ടു. അവർ ഓരോരുത്തരോടും ക്രിസ്മസ് ആശംസകൾ അറിയിച്ചു. അതുമാത്രമല്ല, അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കൂടാതെ അവിടെയുള്ള എല്ലാവർക്കും സന്തോഷത്തോടെ കേക്ക് കൊടുത്തിട്ടാണ് വന്നത്. അതവർക്ക് വളരെ സന്തോഷമായി. ക്രിസ്മസ് സുദിനം ആഘോഷിക്കുന്ന നമ്മൾ അർത്ഥമുള്ള ക്രിസ്മസ് ആയിട്ട് അത് ആഘോഷിക്കണം. നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് കൊടുക്കണം. എനിക്ക് വേണം, എന്റെ കുടുംബത്തിന്, എന്റെ മക്കൾക്ക് വേണം എന്ന് പറഞ്ഞ് എല്ലാം സൂക്ഷിച്ചു വെക്കരുത്. ഈ ക്രിസ്മസ് നാളുകളിൽ നാം പാവങ്ങളെക്കുറിച്ച് ആലോചിക്കണം. പാവപ്പെട്ടവരെ സഹായിക്കണം. ആശുപത്രിയിൽ കിടക്കുന്നവരെയൊക്കെ ചെന്ന് കാണാം. യേശുവിനെക്കുറിച്ച് പറയാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുവിശേഷം അറിയിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ ഹൃദയത്തിൽ ഒന്നാമതായി ജനിക്കണം. രണ്ടാമതായി നാം യേശുവിനെ രക്ഷിതാവായി മറ്റുള്ളവരെ അറിയിക്കണം. മൂന്നാമതായി നമ്മൾ മാത്രം സന്തോഷത്തോടെ ജീവിച്ചാൽ പോരാ, മറ്റുള്ളവരെയും നാം സന്തോഷിപ്പിക്കണം. അതാണ് അർത്ഥമുള്ള ക്രിസ്മസ്. നാം ആഘോഷിക്കുന്ന ക്രിസ്മസ് അർത്ഥമുള്ള ക്രിസ്മസ് ആയിരിക്കണം. നാം ആഘോഷിക്കുന്ന ക്രിസ്മസ് യേശുവിന് പ്രിയപ്പെട്ട ക്രിസ്മസ് ആയി ആഘോഷിക്കണം. അതുമാത്രമല്ല, നമ്മുടെ ഹൃദയം ആഹ്ലാദിച്ച് ആനന്ദിക്കണം. അതാണ് അർത്ഥമുള്ള ക്രിസ്മസ്. ഈ ക്രിസ്മസ് അർത്ഥമുള്ള ക്രിസ്മസ് ആയി നമുക്ക് ആഘോഷിക്കാം. ഇതുവരെ നിങ്ങൾക്ക് ഇതറിയില്ലായിരുന്നിരിക്കാം. വെറുതെ നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടായിരിക്കാം. ഇനി വരുന്ന നാളുകളിൽ നാം അർത്ഥമുള്ള ക്രിസ്മസ് ആയിട്ട് ആഘോഷിച്ച് നാം കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു കർത്താവേ. കർത്താവെ, ഈ ക്രിസ്മസ് സുദിനത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങ് ഈ ലോകത്ത് ഞങ്ങൾക്കായിട്ടാണ് അവതരിച്ചത് കർത്താവെ. അങ്ങ് ഈ ലോകത്ത് ഞങ്ങൾക്കായിട്ടാണ് പിറന്നത് യേശുവേ. അതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശുവേ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടേണമേ. അങ്ങ് ഇവരുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. കർത്താവേ, എന്റെ ഹൃദയത്തിൽ അങ്ങ് വരണമേ. കർത്താവെ, എന്റെ ഹൃദയത്തിൽ അങ്ങ് വരണമേ. എന്നെ അങ്ങയുടെ പൈതലായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പൈതലിനെയും തൊടയണമേ. അവരുടെ പാപശീലങ്ങളെല്ലാം മാറട്ടെ കർത്താവേ. യേശുവേ, ഇവരെ അങ്ങയുടെ മക്കളായി മാറ്റണമേ. കർത്താവെ, എന്നെ അങ്ങയുടെ പൈതലായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇവരെ അങ്ങ് തൊടയണമേ. തൊട്ട് അങ്ങയുടെ രക്തം കൊണ്ട് കഴുകണമേ. അങ്ങയുടെ രക്തം ഇവരെ കഴുകട്ടെ കർത്താവെ. അങ്ങയുടെ മക്കളായി ഇവരെ മാറ്റണമേ. അങ്ങയുടെ രക്തം കൊണ്ട് കഴുകി ഇവരെ എല്ലാവരെയും ശുദ്ധീകരിച്ച് അങ്ങയുടെ സാക്ഷികളായി നിർത്തേണമേ. അതുമാത്രമല്ല കർത്താവെ, തങ്ങൾക്ക് ലഭിച്ച സന്തോഷം മറ്റുള്ളവരെയും അറിയിക്കണം കർത്താവെ. യേശു തന്നെ രക്ഷിതാവെന്ന് പറഞ്ഞ് കർത്താവെ, അങ്ങയെക്കുറിച്ച് അറിയാത്ത ജനങ്ങളെ അങ്ങയെക്കുറിച്ച് അറിയിക്കണേ കർത്താവെ. അങ്ങനെയുള്ള കൃപകൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നൽകണമേ. അതേപോലെ തന്നെ അനാഥരായ കുട്ടികൾക്ക് നൽകണം. ആവശ്യങ്ങളുള്ള മക്കൾക്ക് നൽകണം കർത്താവെ. വിശക്കുന്നവർക്ക് ആഹാരം നൽകണം. അവരുടെ വിശപ്പെല്ലാം അടക്കണം കർത്താവേ. കർത്താവെ, ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. കർത്താവെ, അങ്ങ് അങ്ങനെ ചെയ്യുമാറാകണമേ. കർത്താവെ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും അങ്ങ് സംസാരിക്കണേ കർത്താവെ. ഈ ക്രിസ്മസ് കാലത്ത് മറ്റുള്ളവർക്ക് നൽകി സന്തോഷിക്കണം കർത്താവേ. മറ്റുള്ളവരെ സ്നേഹിച്ച് കർത്താവിലൂടെ വഴി നയിക്കണം കർത്താവേ. സുവിശേഷം അറിയിക്കണം കർത്താവെ. ഇന്ന് നിങ്ങൾക്കായി രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു എന്ന വാക്ക് ഓരോരുത്തരെയും അറിയിക്കുമാറാകണമേ. ഓരോ കുടുംബത്തിലേക്കും അങ്ങയുടെ വാക്ക് പ്രവേശിക്കട്ടെ കർത്താവേ. ഹൃദയങ്ങളെല്ലാം അങ്ങയുടെ സ്വന്തമാകട്ടെ കർത്താവേ. ദൈവമേ, ഈ ക്രിസ്മസ് അർത്ഥമുള്ള ക്രിസ്മസ് ആയി ഓരോരുത്തർക്കും അനുഗ്രഹിച്ച് നൽകണേ കർത്താവേ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. കർത്താവ് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന വാക്കുപോലെ കുടുംബങ്ങളിൽ നന്മയുള്ള കാര്യങ്ങൾ ചെയ്ത് അനുഗ്രഹിക്കണേ കർത്താവേ. കുടുംബങ്ങളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുമാറാകട്ടെ കർത്താവേ. കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. ഈ ക്രിസ്മസ് കാലത്ത് കർത്താവേ, അങ്ങയുടെ സമാധാനവും അങ്ങയുടെ അനുഗ്രഹവും ഈ മക്കളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ കർത്താവേ. ഈ ക്രിസ്മസ് അങ്ങയുടെ മക്കൾ സന്തോഷത്തോടെയും അനുഗ്രഹത്തോടെയും ആഘോഷിക്കാൻ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താൻ, അങ്ങയുടെ സാക്ഷിയായി നിൽക്കാൻ അനുഗ്രഹിക്കണേ യേശുവേ. അങ്ങ് അങ്ങനെ ചെയ്തതിനായി നന്ദി അർപ്പിക്കുന്നു കർത്താവേ. എല്ലാ സ്തുതിയും സ്തോത്രവും മഹത്വവും
അങ്ങേക്ക് അർപ്പിക്കുന്നു കർത്താവേ. രക്ഷിതാവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ. ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്രിസ്മസ് കാലത്ത് മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയുവിൻ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവിൻ. യേശു നമുക്ക് വേണ്ടിയാണ് ഈ ലോകത്തിന്റെ രക്ഷിതാവായി വന്നിരിക്കുന്നത് എന്നുള്ള സുവിശേഷം അറിയിക്കുക. കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ച് അവരെ അറിയിക്കുക. കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. എന്താ പ്രേക്ഷകരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയും നന്മകളെയും കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ എന്ത് തന്നെയായാലും അത് ഞങ്ങൾക്ക് കത്തുകളിലൂടെയും ഇമെയിലിലൂടെയും അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപദേശങ്ങൾ നൽകുവാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.